വോളണ്ടിയർമാർ, പ്രവർത്തകർ, വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. പൂർവോപരി വിജ്ഞാനത്തിൻ്റെ വലിയ ഒരു ജ്യോതിഷായിരുന്ന മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ വ ഖുദ്ദിസ സിർറു മഹാനവറുകളുടെ നാമധേയത്തിൽ മഹാന്മാരായ സയ്യിദുമാർ ദുആ ചെയ്ത് ഒരുപാട് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദിനെ പോലെയുള്ളവർ ഈ സദസ്സിലുണ്ട്. എന്തുകൊണ്ടും മനോഹരമായ ഒരു മജ്ലിസിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ മജ്ലിസ്. ഫർതഉ ഫീഹാ, നിങ്ങൾ അവിടെ മേഞ്ഞു നടക്കണമെന്നാണ്. അങ്ങനെ ഒരൽപ്പം ഇൽമും ഒരൽപ്പം തഖ്വയും നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ഈമാനിൽ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധത്തിൽ, തിരുനബി തങ്ങളോടുള്ള നമ്മുടെ ആഭിമുഖ്യത്തിലൊക്കെ നമുക്ക് ഒരൽപ്പം ഉണർവുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒത്തുചേരൽ വിജയിച്ചു. അല്ലാഹു തആല വിജയിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ. 800 വർഷം സ്പെയിൻ ഭരിച്ചതിൻ്റെ ശേഷം മുസ്ലിമീങ്ങൾക്ക് സ്പെയിൻ നഷ്ടമാവുന്നത് 3 മാസം കൊണ്ടാണ്. 800 വർഷം എടുത്ത ഇസ്ലാമിക സാമ്രാജ്യം 8 നൂറ്റാണ്ട് ഭരണം നടത്തിയതിൻ്റെ ശേഷം മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ 3 മാസം എടുത്തിട്ടുള്ളൂ. വളരെ പെട്ടെന്നാണ്. അതിനെ സംബന്ധിച്ച് ചരിത്ര പണ്ഡിതന്മാർ ഗവേഷണം നടത്തിയിട്ടുണ്ട്. 8 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വലിയ ഒരു സാമ്രാജ്യം കേവലം 3 മാസത്തിനുള്ളിൽ തകർന്ന് തരിപ്പണമാവാൻ ഈ സമൂഹത്തിന് എന്താണ് പറ്റിയത്? എന്തുകൊണ്ടത് സംഭവിച്ചു? അപ്പോഴാണ് മനസ്സിലായത്, പോർച്ചുഗീസുകാരായ ചാരന്മാർ സ്പെയിനിലേക്ക് വരാറുണ്ടായിരുന്നു. സ്പെയിനിലേക്ക് വന്ന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ കൂടെയാണ് അവരിയ്ക്കുക. എപ്പോഴും വലിയ വലിയ സംഘടനകൾ സർവേ നടത്തുന്നത്, സർവേ നടത്താറുള്ളത് യൂണിവേഴ്സിറ്റികളിലാണ്. യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സെങ്ങനെയാണ്, അവിടം വെച്ചാണ് ഒരു 100 വർഷത്തേക്ക് ഒരു സമൂഹത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുന്നത്. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളിൽ ക്രിയാത്മകതയുണ്ടോ ഇല്ലയോ, അവര് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരുക്കമാണോ അല്ലയോ, അതിനനുസരിച്ചാണ് ഒരു സമൂഹത്തിന്റെ ഭാവി നിർണയിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 100 വർഷം എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് നമ്മുടെ സോഷ്യോ സൈക്കോളജിസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി 100 കൊല്ലത്തേക്ക് എന്താ മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കാൻ പോകുന്നത്? പോർച്ചുഗീസുകാരായ ചാരന്മാർ അന്ന് സ്പെയിനിൽ വരാറുണ്ട്. അവര് വരുമ്പോഴൊക്കെ സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും മത്സരിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ട് തിരിച്ചു പോയിട്ടുണ്ട് പലതവണ. അവര് കൂടിയിരിക്കുമ്പോ വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കി, ഞാൻ 18 ജുസ് കഴിഞ്ഞു, നീയോ? ഞാൻ 21 എന്നാ ഞാൻ അടുത്ത ആഴ്ച കൊണ്ട് 24-ലെത്തും. ഈ മത്സരം കണ്ട് തിരിച്ചു പോയിട്ടുണ്ട്. 3 വർഷം മുസ്ലിമീങ്ങളുടെ യുവജനങ്ങളിൽ കണ്ട ഈ ഉത്സാഹം, വിജ്ഞാനത്തോട്, ഇൽമിനോട്, അള്ളാഹുവിനോട്, ഈ ദീനിനോടുള്ള പ്രതിബദ്ധത കണ്ട് അവർ വിചാരിച്ചു ഇവരെ തകർക്കാൻ കഴിയില്ല എന്ന്. പിന്നീടൊരിക്കൽ വന്നപ്പോഴാണ് ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി സങ്കടപ്പെട്ട് കരയുന്ന കാഴ്ച കണ്ടത്. ഈ ചാരൻ, പോർച്ചുഗീസുകാരൻ ചെന്ന് ചോദിച്ചു, അല്ല കുട്ടി, എന്തു പറ്റി, എന്താ കരയുന്നത്? മുസ്ലിമാണ് ഈ ചെറുപ്പക്കാരൻ. അവൻ പറഞ്ഞു, എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്, ഞാൻ അതിൽ നൊന്ത് സങ്കടപ്പെട്ട് കരയാണ്. ആ നിമിഷമാണ് ഇവർ തീരുമാനിച്ചത്, ഈ സമൂഹത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അവിടെ മുതലാണ് ഇസ്ലാമിക സ്പെയിനിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശത്രുക്കൾ കൊപ്പുകൂട്ടിയത്. അവിടെ മുതൽ 3 മാസത്തിനുള്ളിലാണ് ഈ ഉമ്മത്തിന്റെ തകർച്ചയുണ്ടായത് സ്പെയിനിൽ. യൂറോപ്പുകാരൻ ഇസ്ലാമിന്റെ സംസ്കാരം മുഴുവനും വലിച്ചെടുത്തതും
നാം എല്ലാം അത് ഉപേക്ഷിച്ച് വെറും കൈയോടുകൂടെ കിഴക്കോട്ട് തിരിച്ചു നടന്നതും 3 മാസത്തിനുള്ളിലാണ്. ഒരു ചെറുപ്പക്കാരന്റെ വ്യഥയും സങ്കടവും പ്രേമത്തിലായപ്പോ തന്നെ പ്രേമിക്കുന്ന പെണ്ണ് തന്നെ ഇട്ടേച്ചു പോയി എന്ന ഒരൊറ്റ വിഷയത്തിന്റെ പേരിൽ ഈ സമൂഹത്തെ നമ്മുടെ കയ്യിൽ കിട്ടി എന്നവർക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ചു. ഞാൻ പറയുന്നത്, നമ്മൾ ആലിൽ ഹിമ്മ, നമ്മുടെ ഹിമ്മത്ത് വലുതായിരിക്കണം. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യനാളിനോട് അടുക്കുമ്പോൾ എന്റെ സമൂഹത്തിന്റെ ചിന്ത ഹമ്മുഹും, അവരുടെ ചിന്ത എന്ന് പറയുന്നത് 2 എണ്ണമാണ്. അവരുടെ ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ ഗുഹ്യസ്ഥാനം. ഫുഡ് ആൻഡ് മനുഷ്യന്റെ ലൈംഗികമായ ആവശ്യങ്ങൾ. ഇത് രണ്ടും ഒരു സമൂഹം മുഖമുദ്രയാക്കുന്ന ഒരു കാലം ഈ സമൂഹത്തിന്റെ നാശമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ഭക്ഷണം, ഏറ്റവും നല്ല റെസ്റ്റോറന്റ് എവിടെയാണ്? കോഴിക്കോട് നഗരത്തിലെ രുചിയേറിയ വിഭവങ്ങൾ എവിടെ കിട്ടുമെന്നറിയാത്തവർ സദസ്സിലുണ്ടോ? ഒരു റെസ്റ്റോറന്റ് തുറക്കുമ്പോഴേക്കും നമ്മുടെ ചെറുപ്പക്കാർ ഓടിയെത്തി രുചിക്കുകയായി. പൈസ എത്രയായാലും പ്രശ്നമില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡായാൽ മതി. ഹമ്മുഹുമുൽ അഖൽ അൽ ബത്നു വൽ ഫർജ്, അവരുടെ ആകെ ലക്ഷ്യം വയറും ഗുഹ്യസ്ഥാനവുമാണ്. പരസ്ത്രീ ബന്ധങ്ങൾ, വ്യഭിചാരം, ഇങ്ങനെയുള്ള 2 ചിന്തകൾ ഈ സമൂഹത്തെ പിടികൂടിയാൽ ഈ സമൂഹം നശിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരു മാറ്റത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നത്. മാറ്റം വെറുതെ വരുമോ എന്നാണ് നമ്മുടെ വിഷയം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹത്തോട് അള്ളാഹുവിന്റെ നിലപാട് അള്ളാഹു മാറ്റണമെങ്കിൽ അവരവരുടെ നിലപാട് മാറ്റിയിരിക്കണം. അപ്പോഴേ അള്ളാഹുവിന്റെ സമീപനം അവരോട് മാറുകയുള്ളൂ. നമ്മോട് അള്ളാഹുവിന്റെ സമീപനം നന്നാവേണമെങ്കിൽ മാറ്റം നമ്മളിൽ വേണം എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. നമുക്ക് എവിടെയെല്ലാം മാറ്റങ്ങളാവാം, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അള്ളാഹുവോട് അടുക്കാൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ പറഞ്ഞ അള്ളാഹുവിന്റെ വചനങ്ങളാണ് നമ്മൾ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون. നബിയെ, അങ്ങേക്ക് മുമ്പും എത്രയോ പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട് നബിയെ. വലഖദ് അർസൽനാ وإن من أمة إلا خلا فيها نذير. താക്കീതുകാരയക്കാത്ത ഒരു സമൂഹവും ഉണ്ടായിട്ടില്ല നബിയെ. അങ്ങേക്ക് മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അല്ലാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അമ്പിയാ അവതരിച്ചിട്ടുണ്ട്. فأخذناهم بالبأساء والضراء. കടുത്ത പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? നബിയെ വിശ്വസിച്ചവർക്ക്, അല്ലാഹുവിൽ വിശ്വസിച്ചവർക്ക്. എന്തിനില്ല? ലഅല്ലഹും യതളറഊൻ. അവർ അല്ലാഹുവിലേക്ക് താണുകേണ് തിരിച്ചു വരാൻ വേണ്ടി, അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി കടുത്ത പരീക്ഷണങ്ങൾ നാം കൊടുത്തിട്ടുണ്ട്. കടുത്ത പരീക്ഷണങ്ങൾ നാം മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ പ്രയാസം വരുമ്പോഴേക്കും അങ്ങ് ക്ഷീണിച്ചു പോകരുത്. പടച്ചോനെ, ഞാനിപ്പോ റമദാൻ മാസം മുമ്പ് നോക്കുന്നു, റമദാൻ കഴിഞ്ഞാലും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പെടുക്കുന്നുണ്ട്. യാ റബ്ബേ, എന്റെ കട ഇതുവരെ വീടിട്ടില്ലല്ലോ പടച്ചോനെ. ഞാൻ എന്നും അദ്ദാദറാത്തി ഓതുന്നുണ്ട്, എല്ലാ ദിക്റും ഔറാദുകളും ഒക്കെ ഉണ്ട്, യാസീൻ ഓതുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. യാ പടച്ചോനെ, എൻ്റെ കുട്ടികൾ എപ്പോഴും കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, എൻ്റെ മക്കൾക്ക് ഇപ്പോഴും കല്യാണം ആയിട്ടില്ലല്ലോ. എന്നാൽ അള്ളാഹുവിനെ പറ്റി ഒരു ബോധമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ, അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നില്ലേ വളരെ ഭംഗിയായി. എന്താ പടച്ചോനെ ഞാനിങ്ങനെ കുടുങ്ങിപ്പോയത്? ഇങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുതേ. അമ്പിയാക്കന്മാർ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നാണ്. വസുൽസിലു, ഭൂമി കിടന്ന് വിറച്ചിട്ടുണ്ട്. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്.
അമ്പിയാക്കന്മാരും മുഅ്മിനീങ്ങളും ചോദിച്ചു പോയിട്ടുണ്ട്, മതാ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം വരുന്നത്? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം അടുത്തുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ലഅല്ലഹും യതദറഊൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് താണുകയാണ് ഖേദത്തോടുകൂടെ തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കാൻ കടുത്ത പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. നമുക്കും വരും. ആ പരീക്ഷണങ്ങളൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. അത് സമൂഹത്തിലാവാം, സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ മാനസികമായ പിരിമുറുക്കം, മാനസികമായ പ്രയാസങ്ങൾ, പരസ്പരമുള്ള തമ്മിൽ തല്ലുകൾ, പരസ്പരമുള്ള വിദ്വേഷം, ഇങ്ങനെയൊക്കെ തുടങ്ങി കുടുംബത്തിലും വ്യക്തിയിലും ഒക്കെയായി പരീക്ഷണങ്ങൾ. ലഅല്ലഹും യതദറഊൻ, അല്ലാഹുവിലേക്ക് താണുകയാണ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ. അല്ലാഹുവിന്റെ തർബിയത്തിന്റെ രീതിയാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. എങ്ങനെയാണ് ഒരു സമൂഹത്തെ അല്ലാഹു നന്നാക്കിയെടുക്കുന്നത്? ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നപ്പോഴെന്തേ അവർ അല്ലാഹുവിലേക്ക് താണുകയാണ് വരാതിരുന്നത്? പ്രയാസങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ എന്തേ അല്ലാഹുവിലേക്ക് അവർ മടങ്ങാതിരുന്നത്? വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്നത് തന്നെ ശരിയെന്ന് പിശാച് അവർക്ക് ഭംഗിയാക്കി കൊടുക്കുകയും ചെയ്തു. പിശാച് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അങ്ങനെ ചെയ്തേക്കണം, നിർത്തണ്ട, അങ്ങനെ തന്നെ പോവട്ടെ എന്ന് പിശാച് പറഞ്ഞു. പരീക്ഷണം കൊടുത്തു നന്നാവാൻ, നന്നായില്ല. ഇനി എന്ത് ചെയ്യും? فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء, അല്ലാഹു ഏതൊന്ന് ഓർമ്മിപ്പിക്കാനായിരുന്നോ പരീക്ഷണങ്ങൾ കൊടുത്തിരുന്നത്, ആ വിഷയങ്ങൾ ജനങ്ങൾ മറന്നുപോയപ്പോ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ സുഖങ്ങളുടെയും വാതിലുകൾ അല്ലാഹു അവർക്ക് തുറന്നു കൊടുത്തു. പരീക്ഷണം കൊടുത്തു നന്നാവാൻ വേണ്ടി. നന്നായില്ല, പിന്നെ എന്ത് ചെയ്യുന്ന? അവരെ നശിപ്പിക്കുന്നതാണോ? അല്ലല്ല, എല്ലാ സുഖത്തിന്റെയും വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുത്തു. എല്ലാം കള്ളുടിക്കാനും വ്യഭിചരിക്കാനും തോന്നിവാസം ചെയ്യാനും അതിനുള്ള എല്ലാ ഡിവൈസുകളും എല്ലാ സാഹചര്യങ്ങളും നെറ്റ്വർക്കുകളും ഒക്കെ അല്ലാഹു കൊടുക്കും. ഇനി നിങ്ങളൊന്ന് സൂക്ഷിച്ചേക്കണം. ഫലമ്മാ നസൂ മാ ദുഃഖിറൂ ബിഹി, ഏതൊരു വിഷയം ഓർമ്മിപ്പിക്കാനായിരുന്നുവോ അല്ലാഹു അവർക്ക് പരീക്ഷണങ്ങൾ കൊടുത്തത്, അതവർ ഓർക്കാതെ വന്നപ്പോൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, എല്ലാ സുഖങ്ങളുടെയും കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുത്തു. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ടതിൽ സന്തുഷ്ടരായി മതിമറന്ന് ജീവിക്കുമ്പോൾ അഖദ്നാഹും ബഗ്തതൻ, വളരെ പെട്ടെന്നാണ് നാം അവരെ പിടികൂടുന്നത്. വളരെ പെട്ടെന്ന് അല്ലാഹു പിടിക്കും. ഫഇദാഹും മുബ്ലിസൂൻ, അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ സാധ്യമല്ല. വളരെ പെട്ടെന്ന് പിടിക്കും. ഇത് അല്ലാഹു ഒരു സമൂഹത്തെ എങ്ങനെയാണ് അല്ലാഹു തർബിയത്ത് ചെയ്യുന്നതെന്ന്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അല്ലാഹു പഠിപ്പിക്കുന്ന ഭാഗമാണ്. പരീക്ഷണം തന്നെ നന്നായില്ലെങ്കിൽ സുഖം കൊടുക്കുന്നതാണ്. നമ്മൾ വിചാരിക്കേണ്ട സുഖം ഉണ്ടാവുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടം കൊണ്ടാണ് അല്ലല്ലോ. ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ, അമ്പിയാക്കന്മാർ അനുഭവിച്ച പോലെ പ്രയാസങ്ങൾ നമ്മളാരും അനുഭവിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ അനുഭവിച്ചതുപോലെയുള്ള ത്യാഗം നമ്മളാരും അനുഭവിച്ചോ? ഉലിദ യതീമൻ, ജനിക്കുമ്പോഴേ യതീമാണ്. 6 വയസ്സാകുമ്പോൾ ഉമ്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 40 വയസ്സിന്റെ നുബുവത്തിന്റെ ഘട്ടമെത്തിയപ്പോൾ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായല്ലോ. അവിടുത്തെ മക്കളിൽ 7 മക്കളിൽ 6 മക്കളെയും സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്ത ഉപ്പയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന ഒരു മോളല്ലാതെ ബാക്കി എല്ലാ ആൺമക്കളും പെൺമക്കളും വാപ്പയായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ മരിച്ചുപോയവരാണ്. അങ്ങനൊക്കെ അനുഭവിച്ചവർ നമ്മളിലുണ്ടോ? സ്വന്തം എല്ലാ മക്കളും ഒരു മോൾ ഒഴികെ
7 മക്കളിൽ 6 പേരും വാപ്പ ജീവിച്ചിരിക്കെ മരിച്ചുപോയതാ. ഹബീബിന്റെ കുടുംബം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊന്നും നമ്മളാരും അനുഭവിച്ചിട്ടില്ലല്ലോ. സമൂഹത്തിൽ നിന്നേറ്റ പ്രയാസങ്ങൾ വേറെയും. കാലിന്ന് ചോര വന്ന് ത്വായിഫുകാരെറിഞ്ഞോടിച്ചപ്പോഴാണ് അല്ലാഹുവേ ഇലൈക അഷ്കൂ ഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. അല്ലാഹുവേ എന്റെ പ്രയാസങ്ങൾ നിന്നെ ബോധിപ്പിക്കുന്നു അല്ലാഹ്. വഹവാനി അലന്നാസ്, ഞാൻ നിസ്സാരനായി പോയതും നിന്നെ ഞാൻ ബോധിപ്പിക്കുകയാണല്ലാഹ്. നബിതങ്ങൾ ഹാഷിമിയാണ്, ഒരു ഗിഫാരിയല്ല. നബിതങ്ങൾ മുത്തലിബിയാണ്, മറ്റേതെങ്കിലും ഗോത്രങ്ങളിൽ നിന്ന് വന്നവരോ തെമീമിയോ കൽബിയോ അല്ല. മുത്തലിബിയായ ഹാഷിമിയായ ഖുറശിയായ നബിതങ്ങളെയാണ് കല്ലെടുത്ത് എറിഞ്ഞോടിച്ചത്. ആ സമയത്തും നബിതങ്ങളുടെ ദുആ എത്ര മനോഹരമാണ്. അല്ലാഹുവേ ഇലൈക അഷ്കൂ, എന്റെ പ്രയാസം നിന്നെ ബോധിപ്പിക്കുന്നു റബ്ബേ. ലക്കൽ ഉത്ബാ ഹത്താ തർളാ, നീ ഇഷ്ടപ്പെടുന്നവരെ നിനക്ക് തന്നെയാണ് സ്തുതി അല്ലാഹ്. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി. അല്ലാഹുവേ നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ അല്ലാഹുവേ എനിക്കത് പ്രശ്നമല്ല. അഊദു ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത് ബിഹിൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറഹ്. അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ വജ്ഹിന്റെ നൂറിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു റബ്ബേ, നിന്റെ കോപം എനിക്ക് വരരുതേ അല്ലാഹ്, നിന്റെ ദേഷ്യം എനിക്ക് വരരുതേ പടച്ചവനെ. പരീക്ഷണങ്ങളും വിഷമങ്ങളും എനിക്ക് താങ്ങാവുന്നതാണ്. നിനക്ക് ദേഷ്യമില്ലെങ്കിൽ ഈ ഏറുകൊണ്ടത് ഞാൻ സഹിക്കാൻ പടച്ചവനെ. ഈ അപമാനം ഏറ്റത് ഞാൻ സഹിച്ചോളാം റബ്ബേ, നീ എന്നോട് ദേഷ്യപ്പെടരുത്. ആര് പ്രാർത്ഥിച്ചു? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരീക്ഷണം വരുമ്പോഴും അങ്ങനെയാണ്. നിനക്ക് ദേഷ്യമില്ലെങ്കിൽ അല്ലാഹുവേ എനിക്ക് പ്രശ്നമില്ല. ലഅല്ലഹും യതദറഊൻ, അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ പരീക്ഷണം തന്ന് നന്നാക്കാൻ നോക്കിയേക്കും. നെറ്റിയിൽ ചോര പൊടിഞ്ഞ് നബിയുടെ മുമ്പിലേക്ക് വരുന്ന സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചുവല്ലോ, എന്തു പറ്റി? യാ റസൂലല്ലാഹ്, നബിയേ, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാൻ കണ്ട് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ വഴിയിൽ കണ്ടപ്പോ ഞാൻ അവളോട് മിണ്ടിയില്ല, ഞാൻ അവളോട് സലാമും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൾക്ക് എന്നെ അറിയാം, എനിക്ക് അവൾ അറിയാം. ജാഹിലിയത്തിലുള്ള പ്രേമബന്ധമുണ്ട്. നബിയെ, ഞാൻ മുസ്ലിമാണ്, അവള് മുസ്ലിമല്ല. അവൾ ഇങ്ങനെ പോകുമ്പോ ഞാനൊന്ന് നോക്കി നബിയെ, എന്റെ കണ്ണുകൾ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നോക്കി നോക്കി നടന്ന് അവൾ തിരിഞ്ഞു നടന്നപ്പോഴും ഞാൻ അവളുടെ പിറകെ നോക്കി ഇങ്ങനെ മുന്നോട്ട് നടന്ന് മുമ്പിലുള്ള മതിലിൽ പോയി ഇടിച്ച് ആ ഇടി കൊണ്ടുണ്ടായ മുറിവാണ് നബിയെ എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോഴാ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അജ്ജല ഉഖൂബതഹു ഫിദ് ദുനിയാ. ഒരു മനുഷ്യൻ അല്ലാഹു വലിയ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ചെയ്തുപോയ തെറ്റുകൾക്കുള്ള ശിക്ഷ ഇവിടെ തന്നെ അല്ലാഹു കൊടുക്കും. അപ്പൊ ആ വന്ന മുറിവ് ആ നോക്കിയതിന്റെ ശിക്ഷയായിരുന്നു. ലഅല്ലഹും യതദറഊൻ, അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാൻ വേണ്ടി അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങള്. മുഅ്മിനീങ്ങൾ അങ്ങനെയാ മനസ്സിലാക്കുക. നമ്മുടെ സലഫുസ് സ്വാലിഹീങ്ങൾ പറയാറുണ്ട്, ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം എന്റെ വാഹനം നോക്കിയാൽ എനിക്ക് മനസ്സിലാവുന്നു. എന്റെ വാഹനത്തിൽ കയറി നടക്കുമ്പോ എന്റെ വാഹനം ഒന്ന് ഇടറുകയോ ഒന്ന് കുടയുകയോ അല്ലെങ്കിൽ എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ട് അതിന്റെ പുറത്ത് സഞ്ചരിക്കാൻ പറ്റാതെ വന്നാൽ ഞാൻ മനസ്സിലാക്കും, ഞാനും പടച്ചവനും തമ്മിൽ എന്തോ ഒരു സംഗതി ഞാൻ പിഴവ് ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളുടെയും ഭാര്യയുടെയും സ്വഭാവം കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാനും അല്ലാഹുവും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തൊരു പരീക്ഷണം വരുമ്പോഴും ഞാനും റബ്ബും തമ്മിൽ വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് സത്യവിശ്വാസം ചെയ്യാൻ. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭൗതികമായ ഒരുപാട് കലാമിറ്റീസ്, ഭൗതികമായ അപകടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമി കുലുക്കം പോലെയുള്ളത്, ഭീമമായ മഴ പെയ്യുന്നത്, മഴ തീരെ കിട്ടാതിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ അതിന് ഭൗതിക കാരണങ്ങൾ ഒരുപാട് കാണും.
പക്ഷേ നമ്മുടെ സ്വഭാവവുമായി ഇതിന് ബന്ധമുണ്ടോ? അങ്ങനെ നബി തങ്ങൾ ചോദിക്കുക, നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റുകൊണ്ടാണോ ഇത് സംഭവിച്ചത്? മാ ളഹറത്തിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഇല്ലാ അമ്മഹുമുല്ലാഹു ബിത്വാഊൻ. ഏതെങ്കിലും ഒരു തെറ്റ്, വ്യഭിചാരം പോലെയുള്ള ഒരു തെറ്റ് ഒരു സമൂഹത്തിൽ വ്യാപിക്കുമ്പോഴാണ് അവർക്ക് അല്ലാഹു തആല എപ്പിഡമിക്സ്, ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റാത്ത പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത്. വ്യഭിചാരം പോലെയുള്ള തിന്മകൾ വർദ്ധിക്കുമ്പോഴാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെ വിഷമിപ്പിക്കുമ്പോഴും, മദ്യപാനം വർദ്ധിക്കുമ്പോഴും, പാട്ടുപാടുന്ന പെൺകുട്ടികൾ സ്റ്റേജിൽ കയറുമ്പോഴും, ദീനീ വിദ്യാഭ്യാസം നൽകപ്പെടാതിരിക്കുമ്പോഴും ഈ ഭൂമിക്ക് കുലുക്കമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിൽക്കാലത്ത് വന്നവർ മുൻഗാമികളെ ചീത്ത പറഞ്ഞാൽ, മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് മോശമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഭൂമി കുലുങ്ങുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയന്റിസ്റ്റുകൾ പറയുന്നു ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂട്ടിയിടിക്കലാണ്. ആ കൂട്ടിയിടിക്കാനുള്ള കാരണം മനുഷ്യന്റെ ദീനുമായുള്ള അകൽച്ചയാണെന്ന് പഠിപ്പിക്കുന്നു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിന്നുകൊണ്ടാണ് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടാവാതെ അല്ലാഹു അവരിൽ മാറ്റമുണ്ടാക്കുകയില്ല. നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും മാറ്റമുണ്ടാകുമ്പോഴാണ് അല്ലാഹുവിന്റെ അദാബ് നമ്മിൽ നിന്ന് ഉയരുന്നത്, ഈ ലോകത്തും പരലോകത്തും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാറ്റത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഉമ്മത്തിനെ പറഞ്ഞതിൽ പഠിപ്പിച്ചത്, ലഅല്ലഹും യതളറഊൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് താണുകേട് മടങ്ങുന്നുണ്ടോ? നമുക്ക് ആദ്യം വേണ്ടത് ഇതാണ്, അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങുന്നുണ്ടോ നമ്മൾ? ഈ തളർറുഅ് മാറ്റത്തിന്റെ ആദ്യ പാഠമാണ്. നമ്മൾ പറയും വിദ്യാഭ്യാസം കൊണ്ട് മാറ്റം ഉണ്ടാവുന്നു. വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റിൽ മാത്രം ഒതുങ്ങിയാൽ അതിൽ എന്തിരിക്കുന്നു? നമ്മുടെ മക്കളൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പ്രൊഫഷണൽസുമായിട്ട് മാറുന്നുണ്ട്, അൽഹംദുലില്ലാ. പക്ഷേ അതാണോ വിദ്യാഭ്യാസം? അള്ളാഹുവിനെ സംബന്ധിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസമാണ് നമ്മുടെ ഇൽമ് എന്ന് പറയാൻ. ലഅല്ലഹും യതളറഊൻ. അള്ളാഹുവിലേക്ക് താണുകീണ് മടങ്ങിയോ? വസല്ലമ തങ്ങൾ ബദറിന്റെ രണഭൂമിയിൽ വന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പരിശുദ്ധങ്ങളായ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട്, അല്ലാഹുവേ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ. അല്ലാഹുവേ ഈ ചെറുസംഘമെങ്ങാനും നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ, ഈ ചെറുസംഘമെങ്ങാനും നശിച്ചു പോവുകയാണെങ്കിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ആരുമുണ്ടാവില്ല അല്ലാഹ്. ഈ ദുആ ആകാശത്തേക്ക് കൈയുയർത്തി നബി തങ്ങൾ ദുആ ചെയ്തപ്പോ അവിടുത്തെ ഖമീസിന്റെ കുപ്പായത്തിന്റെ കൈ താഴെ ഇറങ്ങി അവിടുത്തെ കക്ഷത്തിലെ വെളുപ്പ് നിറം കാണുമാർ ഹബീബ് ആകാശത്തേക്ക് കൈയുയർത്തിയെന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ കാണാൻ പറ്റും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഇന്നല്ലാഹ ലയൻസുറുക്. അല്ലാഹു നിങ്ങളെ സഹായിക്കും നബിയേ, മദിനബിയേ. ദുആ മദിനബിയേ, അങ്ങ് ഇങ്ങനെ വീർപ്പുമുട്ടി ദുആ ചെയ്ത് അങ്ങേക്ക് വല്ലതും സംഭവിക്കുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നുണ്ട്. അത്രക്ക് ദുആ ചെയ്തു. തളർറുഅ്, താണുകേണ്, അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങാൻ നമുക്കതിന് സാധിക്കാറുണ്ടോ? ഈ ഉമ്മത്ത് ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രായമുള്ളവരും പ്രായമുള്ള വൃദ്ധകളായ സഹോദരിമാരും വൃദ്ധന്മാരും ചെറിയ കുട്ടികളും വലിയവരും പഠിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ അല്ലാഹുവേ നീ ഞങ്ങളുടെ ഉമ്മത്തിന് റഹ്മത്ത് ചെയ്യണേ എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഒറ്റക്കിരുന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? എന്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ? ഹബീബിന്റെ ഉമ്മത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? ലഅല്ലഹും യതളറഊൻ. അല്ലാഹുവേ അല്ലാഹുമ്മ അർഹം ഉമ്മത മുഹമ്മദിൻ. ഈ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ, റഹ്മത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്താൽ ആ ഉമ്മത്തിന്റെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു നിങ്ങൾക്ക് ഹസനാത്ത് തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഖൽബിൽ നിന്ന് ഇങ്ങനെ അല്ലാഹുവിനോട് താണുകേണയുള്ള ഒരു പ്രാർത്ഥന വരുന്നുണ്ടോ? ഇതൊരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ
കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് തരട്ടെ. നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ദുആ ചെയ്യുന്നുണ്ടോ എന്നതൊരു വിഷയമാണ്. നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചോ, റബ്ബേ നീ എന്നെ ഒന്ന് സഹായിക്കണം പടച്ചോനെ, എനിക്ക് ഈമാൻ നീ തരണം റബ്ബേ, എൻ്റെ ഖൽബ് നീ പിടിച്ചു നിർത്തി തരണം അല്ലാഹുവേ, അടിപതറാതിരിക്കാൻ എനിക്ക് നീ സഹായം തരണം റബ്ബേ. ഈ ഉമ്മത്ത് ആദ്യം രക്ഷപ്പെടുന്നത് ദുആ കൊണ്ടാണെന്നാണ്. ആദ്യത്തെ രക്ഷ ദുആ കൊണ്ടാണ്. നമ്മൾ ദുആ ചെയ്യുന്നുണ്ടോ? നമ്മൾ അപ്പോഴേക്കും അത് ശിർക്കാണോ കുഫ്റാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടുക. നമ്മൾ ദുആ ചെയ്തുവോ? ഒറ്റക്കോ കൂട്ടായിട്ടോ ഇരുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തുവോ? ആ ദുആകളിൽ മനസ്സ് കൊടുത്തോ അല്ലാഹുവിനോട്? പരിശുദ്ധമായ ബദറിലൂടെ നബി തങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹുവിനോട് താണുകയാണ് അങ്ങേയറ്റം വിനയത്തോടെ. റബ്ബേ നീ ഞങ്ങളെ കൈവടിഞ്ഞാൽ ഞങ്ങൾ നശിച്ചു പോകും. അല്ലാഹ് ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ. അല്ലാഹുവേ ഈ ചെറുസംഘമെങ്ങാനും നശിച്ചു പോയാൽ റബ്ബേ ഇവിടെ ആരാണ് നിനക്കുണ്ടാവുക? നിനക്ക് ഇബാദത്ത് ചെയ്യാൻ മുസ്ലിമീങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്ന് നബി തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തത് കേവലം ഒരു ചെറിയൊരു ദുആയല്ല. ആകാശത്തേക്ക് കൈയുയർത്തി മഹാനായ സുഫിയാൻ തൗരി തങ്ങളാ പറഞ്ഞത്, സയഅതി അലന്നാസി സമാനുൻ ലാ യൻജു ഫീഹാ ഇല്ലാ മൻ ദആ ബിദുആഇൽ ഗരീഖ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ പ്രാർത്ഥിക്കുന്ന പോലെയുള്ള പ്രാർത്ഥന ചെയ്താലല്ലാതെ ഈ ഉമ്മത്തിന് രക്ഷ കിട്ടാത്തൊരു കാലം വരാനുണ്ടെന്ന് മഹാന്മാർ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു. ദുആഉൽ ഗരീഖ്, അങ്ങനൊക്കെ ഒരു ദുആ നമ്മുടെ മനസ്സിൽ നിന്ന് വന്നോ? റമളാനിൽ വന്നോ? ദുആഉൽ ഗരീഖ്. കൈവിട്ടു പോവുകയാണ് റബ്ബേ, എന്റെ ശ്വാസം നിലക്കുകയാണ് പടച്ചവനെ, ഞാൻ മുങ്ങി താഴുകയാണ്, നീ കൈപിടിച്ചാലല്ലാതെ രക്ഷയില്ല എന്ന ആ ഒരു തോന്നൽ നൊറാഅത്ത് അല്ലാഹുവിലേക്ക് അങ്ങേയറ്റമുള്ള ഒരു തളർറു നമ്മുടെ ഖൽബിൽ വന്നിട്ടുണ്ടോ? വരുന്നുണ്ടോ? വലിയ വിഷയമാണ്. പ്രീ എടിഎമ്മും പോസ്റ്റ് എടിഎമ്മും ദുആഇന് വ്യത്യാസമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാറുള്ളത്. പ്രീ എടിഎം കാർഡൊക്കെ വരുന്നതിന്റെ മുമ്പ് അന്നത്തെ ഒരു ദുആ ഉണ്ട്. കായ് തീർന്ന യാ റബ്ബേ, ഏതെങ്കിലും മനുഷ്യന്റെ ഖൽബിൽ നീ തോന്നിച്ചുകൊടുത്താലല്ലാതെ എനിക്ക് 10 റുപ്യ കിട്ടൂല പടച്ചോനെ, റബ്ബേ നിന്റെ സഹായം കിട്ടിയേ പറ്റൂ അല്ലാഹ്. അന്ന് ദുആക്കൊക്കെ ഒരു ഖനുണ്ടായിരുന്നു. എന്നതല്ല പടച്ചോനെ തിരണേ തന്നു, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഞാൻ വലിച്ചോളാം പച്ച പലിശക്കേ, അല്ലെങ്കിൽ കുറച്ച് പണ്ടുണ്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാ, ലോൺ വെച്ചിട്ട് എടുത്തോളാം ഹറാമായ പലിശക്ക്. നമുക്ക് വേറെ ഏതോ വകുപ്പ് അല്ലാഹുവേതര വഴിയിൽ നിന്ന് കിട്ടാനുണ്ട് എന്നൊരു തോന്നൽ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനക്കൊക്കെ ഒരു ഖനം കുറയാണ്. നമ്മുടെ ആ ഖനം വരുന്നില്ല. റബ്ബേ കുടുങ്ങിയിട്ടുണ്ട്. റബ്ബേ ദുആഉൽ മുൽത്തർ, യാ മൻ യുജീബു ദുആഅൽ മുൽത്തർ, മുൽത്തറായിട്ട് ദുആ ചെയ്തിട്ടുണ്ടോ നമ്മൾ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ പകലിൽ, റമളാനിന്റെ 17-ന് ബദർ നടക്കുന്ന സമയത്ത് ദുആഉൽ മുൽത്തർ, റബ്ബേ നീ കൈവടിയരുതല്ലാ ദുആ ചെയ്തു. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. ഖുൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം നബിയേ, മാ യഅബഉ ബികും റബ്ബി, എന്റെ റബ്ബ് നിങ്ങളെ ലവലേശം വകവെക്കുമായിരുന്നില്ല, എന്റെ റബ്ബ് നിങ്ങളെ ലവലേശം വകവെക്കുമായിരുന്നില്ല, വില കൽപ്പിക്കുമായിരുന്നില്ല. ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. നമ്മളങ്ങനെ ദുആ ചെയ്തു. ആദ്യത്തെ ആയുധം ദുആയാണ്. അല്ലാഹുവിനോട് നമ്മൾ മനസ്സുകൊണ്ട് ദുആ ചെയ്തുവോ? ദുബറ കുല്ലി സ്വലാ, ജൗഫുൽ ലൈലിൽ, രാത്രിയുടെ ഉള്ളിൽ പാതിരാത്രിയിലുള്ള ദുആവും നിസ്കാരങ്ങൾക്ക് പിറകെയുള്ള ദുആഇനും ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയിൽ കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളൂ. അത്താഴത്തിന്റെ നേരത്തെ, സഹറിന്റെ നേരത്തെ അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരായിരുന്നുവല്ലോ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്, സ്വർഗവാസികളെ കുറിച്ച് അല്ലാഹുവിന്റെ പരാമർശം. നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാരെ കളി കണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അത്താഴ നേരത്ത് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയോ? നമ്മളൊന്ന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാം. രാവിലെ ചൊല്ലിയ മഗ്രിബിന് മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്നാണ്. മൻ ഖാലഹാ മുഖിനൻ ബിഹാ, മനസ്സുറപ്പിച്ച് പറയണമെന്നാണ്.
മഗ്രിബിന് ശേഷം ചൊല്ലി സുബ്ഹിന്റെ മുമ്പ് മരിച്ച സ്വർഗ്ഗം ഉറപ്പാണെന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു الذുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് റബ്ബേ, എന്റെ രക്ഷിതാവ്. ഖലഖ്തനി, നീയാണ് എന്നെ പടച്ചത്. മനുഷ്യൻ പറയും ഞാനാ കാറുണ്ടാക്കിയത്, നിന്നെ പടച്ചത് അല്ലാഹുവാണ്. ഖലഖ്തനി വഅന അബ്ദുക, നീയാണ് റബ്ബേ എന്നെ പടച്ചത്, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, എന്റെ കഴിവിന്റെ പരമാവധി ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടികൾ പാലിച്ചുകൊണ്ടാണ് റബ്ബേ ഞാൻ ജീവിക്കുന്നത്. അഊദു ബിക മിൻ ശർരി മാ സനഅത്, ഞാൻ ചെയ്തു പോയ തെറ്റുകളിൽ ഞാൻ നിന്നോട് ഖേദിച്ചു മടങ്ങുന്നു റബ്ബേ. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. വഅബൂഉ ബിദംബി, അബൂഉ ഐ ഉഖിറു, അല്ലാഹുവേ എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുകയാണ്. അല്ലാഹ് ഫഗ്ഫിർ ലീ, എനിക്ക് പുറത്തു തരണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു الذുനൂബ ഇല്ലാ അൻത, തെറ്റുകൾ നീയല്ലാതെ പുറത്തു തരില്ലല്ലോ പടച്ചവനെ, എനിക്ക് നീ മാപ്പ് തരണം. ഇത് മനസ്സറിഞ്ഞു ചോദിച്ചാൽ, രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം മുമ്പ് മരിച്ചാൽ സ്വർഗ്ഗം ഉറപ്പാണ്. വൈകുന്നേരം ചൊല്ലി സുബ്ഹിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗ്ഗം ഉറപ്പാണെന്ന് റഹ്മത്തുൽ മുഹ്ദാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട് ഇങ്ങനെ ഒന്ന് താണുകേണ് മടങ്ങാൻ ഈ റമളാൻ നമ്മെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമ്മുടെ റമളാൻ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ ഉമ്മത്തിനെ അല്ലാഹു ശിക്ഷിക്കുന്നത് ബിൽ മആസി, തെറ്റുകൊണ്ടാണ്. രണ്ടാമത്തെ വിഷയം തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. തെറ്റുകൾ നിസ്സാരമായി കാണുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 20 വർഷങ്ങൾക്ക് ശേഷമാണ് പറഞ്ഞത്, നിങ്ങളൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ കാണുമ്പോ നിങ്ങളത് തീരെ പ്രശ്നമല്ലാതെ ചെയ്യുന്നുണ്ട്. വകുന്നാ നഉദ്ദുഹു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ കബായിർ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങളൊക്കെ വൻ പാപങ്ങളായി വിചാരിച്ചിരുന്നത് നിങ്ങൾ നിസ്സാരമായി ചെയ്യുന്നുണ്ടല്ലോ. 20 കൊല്ലങ്ങൾക്ക് ശേഷം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾ വഫാത്തായതിന്റെ ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്യുന്ന ചില നിസ്സാരങ്ങൾ വിധങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ തെറ്റുകൾ നിസ്സാരമായി കാണല്ലേ, ചെറുതെറ്റല്ലേ, ചെറിയ തെറ്റല്ലേ എന്ന് പറയല്ലേ. ഒരു പക്ഷേ ഈ തെറ്റുകളൊക്കെ ഒരു മനുഷ്യൻ നശിക്കണവരെ ആ തെറ്റുകളെല്ലാം അവന്റെ മേൽ ഒരുമിച്ച് കൂടി ഈ ചെറിയ തെറ്റുകൾ ഇയാളങ്ങ് നശിപ്പിച്ചേക്കും. നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റുകൾ നിസ്സാരമായി കാണരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഖൗലുണ്ടല്ലോ, സത്യവിശ്വാസി ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു വലിയ മല തന്റെ തലയിലേക്ക് വീഴാൻ പോകുന്ന പോലെ, മുനാഫിക് എങ്ങനെയാണ്, ഒരു ഈച്ച ആട്ടുന്ന പോലെ. സാരമില്ലല്ലോ, നമ്മുടെ ഖൽബ് എങ്ങനെയാണ്. സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നേരം പഴം കടിച്ചതിന്റെ പേരിലാണ്, ഭക്ഷിച്ചതിന്റെ പേരിലാണ് സ്വർഗ്ഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വരേണ്ടി വന്നത്. ഇബ്ലീസുൽ ലഈൻ ഒരൊറ്റ സജദ കാരണം, ഒരൊറ്റ സുജൂദ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് എഴുതി കൊടുത്ത പ്രസിദ്ധമായ കത്താണിത്. അംർ ഇബ്നുൽ ആസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇയ്യാകും വമുഹഖിറാത്തിദ് ദുനൂബ്, തെറ്റുകൾ നിസ്സാരായി കാണാൻ. ഒരു പിക്ചർ കാണുന്നത് കുഴപ്പമില്ല, വാട്സപ്പിൽ വരിക ഒരു പെണ്ണിന്റെ ചിത്രം, കുഴപ്പമില്ലല്ലോ, പിക്ചറല്ലേ, 4 ഡയമെൻഷനിൽ ഇതിനല്ലേ കുഴപ്പമുണ്ടെന്നൊക്കെ ഞാനൊരു മസല കേട്ടിട്ടുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ എന്ത് ചെയ്യാ, ലൂപ്പ് ഹോളുകൾ നോക്കി നടക്കുകയാണ്. ലൂപ്പ് ഹോളുകൾ മുജസ്സമിന് മാത്രമല്ലേ കുഴപ്പമുള്ളൂ. ഇതിപ്പോ കണ്ണാടി കാണുന്ന പോലെ തന്നെയല്ലേ. പണ്ടത്തെ കണ്ണാടി കാണുന്ന ചിത്രമാണോ ഇപ്പോഴത്തെ ഫോട്ടോകളൊക്കെ? ശരിക്കും ജീവനോടെ കാണുന്നതിനേക്കാളും വലിയ ഫിത്നയല്ലേ ചിത്രങ്ങളിൽ കാണുമ്പോൾ. നിസ്സാരമായി കാണാൻ കുഴപ്പമില്ലല്ലോ. സിനിമ അതിനെ പോലെ കുഴപ്പമൊന്നും, പാട്ട് അതിന് പെന്തിരിക്കുന്നു.
ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരൊറ്റ സുജൂദ് ഉപേക്ഷിച്ചതിന്റെ പേരിലാണ് ഇബ്ലീസിനെ അല്ലാഹു ജഅലഹു ത്വരീദാ അട്ടിയൊടിക്കപ്പെട്ടവനായി മാറിയത്. ഒരു സുജൂദ് ചെയ്യാതെ വന്നപ്പോഴാണ്. 5 നേരത്തെ നിസ്കാരത്തിൽ എത്ര സുജൂദുണ്ട്? ബിസജദത്തിൻ വാഹിദ, ഒരൊറ്റ സുജൂദ് കാരണമാണ് സ്വർഗ്ഗലോകത്ത് നിന്ന് പിശാച് അട്ടിയോടിക്കപ്പെട്ട് അവൻ അല്ലാഹു റജീം ശൈത്വാൻ എന്ന് വിളിച്ചത്. ഒരു സുജൂദ്. ഒരു ദിവസത്തെ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ എത്ര സുജൂദാണ് ഒഴിവാക്കുന്നത്? വ്യഭിചാരത്തിന്റെ ശിക്ഷ, എറിഞ്ഞു കൊല്ലണം എന്ന ശിക്ഷ അല്ലാഹു നടപ്പാക്കുന്നത് ഒരു മനുഷ്യന്റെ അവയവം ഒരു സ്ത്രീയുടെ അവയവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു നേരത്തെ സുഖം അനുഭവിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലണമെന്നാണ്. പ്രായപൂർത്തിയെത്തി വിവാഹം ചെയ്ത ഒരു മുഹ്സനായ ഒരു മനുഷ്യനാണ്. മുഹ്സനായ ഒരു മനുഷ്യൻ വിവാഹം ചെയ്ത ആളാണ് വ്യഭിചരിച്ചതെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്ന ശിക്ഷക്ക് ഒരല്പനേരത്തെ സുഖമാസ്വദിച്ചതിന്റെ പേരിലാണ് എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ അല്ലാഹു നടപ്പാക്കുന്നതെങ്കിൽ വ്യഭിചാരം അല്ലാഹുവിന് എത്ര വെറുപ്പാണെന്ന് സത്യവിശ്വാസി മനസ്സിലാക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു വീടിന്റെ അരികത്തുകൂടെ പോകുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ എന്തോ പാട്ടുപാടി തലയാട്ടി ഇങ്ങനെ പാട്ടുപാടുമ്പോഴാണ് ഇവൻ പിശാചാണ്, അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഒരു ചെറുപ്പക്കാരൻ അന്നത്തെ പാട്ട് വെറുതെ പാടുന്ന പാട്ട്, ആ പാട്ട് കേട്ടിട്ട് ഇവൻ പിശാചാണ്, ഇവനെ ഇറക്കി വിടണമെന്ന്, വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് ബീവി റളിയല്ലാഹു അൻഹ അന്ന് ആഹ്വാനം ചെയ്ത്. നമ്മൾ കേൾക്കുന്ന പാട്ടുകളോ നമ്മുടെ സിനിമകളോ നമ്മുടെ സംസ്കാരമോ നമ്മുടെ സീരിയലുകളോ മുഹക്കിറാത്തുദ് ദുനൂബ്, തെറ്റുകളെ തെറ്റായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. സൈപ്രസ് ഇസ്ലാമിന് കീഴ്പ്പെടുകയാണ്. ഖുബ്റുസ് എന്ന അറബിയിൽ പറയുന്ന സൈപ്രസ്, യൂറോപ്പിന്റെ ഭാഗമായി കിടക്കുന്ന മെഡിറ്ററേനിയൻ കടലിൽ കിടക്കുന്ന വിശാലമായ ദ്വീപ് ഖുബ്റുസ് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വന്നപ്പോ ഒരു വലിയ യുദ്ധം പോലും ആവശ്യമില്ലാതെ സൈപ്രസുകാർ മുഴുവനും ഇസ്ലാമിന് കീഴടങ്ങിയപ്പോ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്, പൊട്ടി കരഞ്ഞിട്ടുണ്ട്. അവർ ചോദിച്ചു, യാ അബൂ ദർദാ, അല്ലയോ അബൂ ദർദാ, എന്തിനാണ് നിങ്ങൾ ഈ കരയുന്നത്? ചിരിക്കേണ്ട സമയല്ലേ? ഒരു രാജ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്, ഒരു രാജ്യത്തിന്റെ ഭരണം നമുക്ക് ലഭിച്ചിരിക്കുകയല്ലേ? സന്തോഷിക്കേണ്ട സമയത്ത് നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ ഈ സമൂഹം അല്ലാഹുവിനെ തെറ്റ് ചെയ്ത് ജീവിച്ചപ്പോൾ ഇസ്തഖ്ലഫനാ അലൈഹിം, അവരുടെ അധികാരം നമ്മെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ അധികാരം നമ്മുടെ ശത്രുക്കൾ അല്ലാഹു ഏൽപ്പിക്കുമല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണെന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു വാക്കാണത്. സൈപ്രസുകാരെ കീഴടങ്ങിയ സന്തോഷമല്ല, അവർക്കത് നഷ്ടപ്പെടാനുള്ള കാരണം അല്ലാഹു തെറ്റ് ചെയ്തവരാണ്, അല്ലാഹുവിനെ ധിക്കരിച്ചവരാണ്. അതുകൊണ്ട് അല്ലാഹു അവരുടെ അധികാരം നമ്മെ ഏൽപ്പിച്ചു. നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളെ കൊണ്ടും ഇത് തന്നെയാണ് അല്ലാഹു ചെയ്യാൻ പോകുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിച്ചുവോ? ഫഅഖദ്നാഹു വജുനൂദഹു ഫനബദ്നാഹും ഫിൽ യം ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ. ഫറവ ചക്രവർത്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ മുക്കിക്കൊന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അന്ന് ചോദിച്ചിരുന്നു, ഫറോവേ, നീയാണ് റബ്ബ് എന്ന് ഏതെങ്കിലും ഒരുത്തൻ അംഗീകരിക്കാതിരുന്നാൽ നീ എന്ത് ചെയ്യും? ഫറോവയുടെ മറുപടി, അഗ്മിസുഹു ബിൽ മാ, വെള്ളത്തിൽ അവനെ ഞാൻ മുക്കിക്കൊല്ലുന്നു. ഫറോവ മുങ്ങി മരിക്കുന്ന നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധമായ തഫ്സീറുകളിൽ കാണാൻ കഴിയും. ഫറോവ, ഓർമ്മണ്ടോ, ഞാൻ അന്ന് നിന്റെ മുമ്പിൽ വന്ന് ചോദിച്ചിരുന്നു. ഒരു മനുഷ്യരൂപത്തിൽ വന്നിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ചോദിച്ചിരുന്നു, എന്ത് ചെയ്യും നിന്നെ ധിക്കരിച്ചാൽ? നീയാണ് അല്ലാഹു എന്ന് പറയാതിരുന്നാൽ നീ എന്ത് ചെയ്യും? വെള്ളത്തിൽ മുക്കുന്നു. നിന്നെ അല്ലാഹു മുക്കാൻ പോവുകയാണ്. ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. വേണ്ട, സമയം കഴിഞ്ഞു. അല്ലാഹുവിന്റെ മറുപടി,
ഒരുപാട് തെറ്റിയതില്ലേ, മതി മതി മതി, സമയം കഴിഞ്ഞു, ഇനി സമയം സ്വീകരിക്കൂല. അള്ളാഹുവിന്റെ അധികാരം എന്റേതാണ് എന്ന്, എന്റേതാണ് എന്ന് വാദിച്ച ഒരു ഫറോവേ, അലൈസ ലീ മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, എന്റെ കാലിന്റെ കീഴെയല്ലേ നദികൾ ഒഴുകുന്നത് എന്ന് പറഞ്ഞവനെ തലയുടെ മീതെ വെള്ളമൊഴുക്കിയാണ് അള്ളാഹു നശിപ്പിക്കുന്നത്. തലക്ക് മീതെ, കാലിന് കീഴെയല്ലേ എന്ന് അവൻ പറഞ്ഞത്, അള്ളാഹു തലക്ക് മീതെ ഒഴുക്കി കൊടുത്തുന്ന, അങ്ങനെയാണ് അവനെ മുക്കിക്കൊല്ലുന്നത്. വഖദ് അസൈത ഖബൽ, തെറ്റ് ചെയ്തില്ലേ, അള്ളാഹുവിന് ഇഷ്ടമല്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും മഴയെ തേടിയുള്ള നിസ്കാരത്തിന് മരുഭൂമിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. നിസ്കാരത്തിന് മുതബദ്ദിരീന മുതദർരിഈൻ, വളരെ താണുകയാണ്, താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ വളരെ വളരെ എളിമയുടെ വസ്ത്രം ധരിച്ച് മരുഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ അല്ലാഹുമ്മ സ്ഖിനാ, ഞങ്ങൾക്ക് മഴ വേണം പടച്ചവനെ, ഞങ്ങൾക്ക് മഴ വേണം. അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്തിട്ടും മഴ വരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബേ എന്തേ നീ ഞങ്ങൾക്ക് മഴ തരാത്തത് പടച്ചവനെ? വകൈഫ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ മഴ തരിക? വഫീകും റജുലുൻ യുബാരിസുനി ബിൽ മഅസിയതി മുൻദു 40 സന, 40 വർഷമായി ഒരു കൂസലുമില്ലാതെ കള്ളു കുടിച്ച് തെറ്റ് ചെയ്ത് നടക്കുന്ന ആൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ, അയാൾ പുറത്തു പോവാതെ ഞാൻ മഴ തരില്ല. മൂസാ നബി ചോദിച്ചു, യാ അല്ലാഹ്, ഈ ആയിരക്കണക്കിന് വരുന്ന ആളുകളോട് ഞാൻ എങ്ങനെ അത് വിളിച്ചു പറയും? ഞാൻ പറഞ്ഞവരെ കേൾക്കുവോ? മൂസാ നബിയെ നിങ്ങൾ പറഞ്ഞേക്കണം, വഅലയ്യൽ ഇബ്ലാഗ്, എത്തിക്കേണ്ട പണി ഞാൻ ചെയ്തോളാം, നിങ്ങൾ പറഞ്ഞേക്കിന്ന് പറഞ്ഞു. സയ്യിദുന മൂസാ നബി അലൈഹി സ്വലാം പറയാൻ, പിന്നെ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ 40 വർഷമായിട്ട് തെറ്റ് ചെയ്യുന്ന ഒരാൾ, അയാൾ പുറത്തു പോവാതെ അള്ളാഹു മഴ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ പുറത്തു പോകണം. ഈ തെറ്റ് ചെയ്ത ആൾ അതിന്റെ ഉള്ളിലിരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഫനദറ യമീനൻ വശിമാല, റബ്ബേ എൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടോ, ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ? ആരും കാണുന്നില്ല. കുറെ നേരം നോക്കി. മൂസാ നബി പറഞ്ഞു, ആരും പോയില്ലല്ലോ. പറഞ്ഞു, യാ അല്ലാഹ് സതർതനി 40 സന, 40 വർഷം നീ എന്നെ മറച്ചു വെച്ചില്ല പടച്ചോനെ. ഫസ്തുർ അലയ്യ, എനിക്ക് നീ പുറത്തുതാ. ഞാനിപ്പോ പുറത്തിറങ്ങിപ്പോയാ ആളുകൾ വിചാരിക്കൂലേ ഞാൻ തന്നെയാണെന്ന് ഉറപ്പിക്കൂല റബ്ബേ, ഞാൻ നാണക്കേടിലായി പോവില്ലേ പടച്ചോനെ. അല്ലാഹുമ്മ ഇന്നി തുബ്തു ഇലൈക്, എന്നിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു പടച്ചവനെ, നീ എനിക്ക് പുറത്തു തരണം. തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു, മാപ്പാക്കി തരണം. തുബ്തു ഇലൈക്, ഇത് പറഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. മിനൽ ഖൂസ്, ഒരു വലിയ കൂജയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന പോലെ തുരുതുരാ മഴ പെയ്യാൻ തുടങ്ങി. മൂസാ നബി ചോദിച്ചു, യാ അല്ലാഹ്, എന്തേ നീ മഴ തന്നത്? ആരും പുറത്തു പോയിട്ടില്ലല്ലോ, ആരും പുറത്തിറങ്ങിയില്ലല്ലോ, നീ മഴ തന്നല്ലോ പടച്ചവനെ. ബില്ലദീ മനഅതുകും, ഏതൊരു മനുഷ്യൻ കാരണമാണോ ഞാൻ നിങ്ങൾക്ക് മഴയെ തടഞ്ഞു വെച്ചത്, ആ മനുഷ്യൻ കാരണം തന്നെയാണ് മഴ പെയ്യിച്ചത്. അയാൾ എന്നോട് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, യാ അല്ലാഹ്, ആ ഒരു മഹാനെ കാണാൻ ആഗ്രഹമുണ്ട്, അല്ലാഹുവേ ഒന്ന് കാണിച്ചു തരുമോ ആ മനുഷ്യൻ ആരാണെന്ന്? അയാളൊന്ന് കാണണം. അയാൾ കാരണമാണ് മഴ കിട്ടിയത്. 40 കൊല്ലം അള്ളാഹുവിനെ വഴിപ്പെടാതെ ജീവിച്ച ഒരാൾ ഒരൊറ്റ നേരം തല താഴ്ത്തിയിട്ട് അള്ളാഹുവിനോട് പറയാ, റബ്ബേ നീ എന്നെ അപമാനിക്കരുത് പടച്ചവനെ, നീ എനിക്ക് പുറത്തു തരണം, എനിക്ക് പുറത്തു തരണം പടച്ചവനെ, പുറത്തു തരണം. തല താഴ്ത്തിയിട്ട് പറഞ്ഞപ്പോഴേക്കും അള്ളാഹു സ്വീകരിച്ചു. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഈ സംഭവം. അള്ളാഹു പുറത്തു കൊടുത്തു. മൂസാ നബി ചോദിച്ചു, അല്ലാഹ് അയാളൊന്ന് കാണിച്ചു തരുമോ, ഒന്ന് കാണിച്ചു തരുമോ പടച്ചവനെ? യാ മൂസാ, മൂസാ നബിയെ, എങ്ങനെയാണ് ഞാൻ അയാളെ അപമാനിക്കുക? 40 കൊല്ലം തെറ്റ് ചെയ്ത് നടന്നിട്ട് ആ മനുഷ്യനെ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്, അഭിമാനം ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അയാൾ എന്നോട് തൗബ ചെയ്ത് മടങ്ങിയിരിക്കെ ഞാൻ അയാൾ അപമാനിക്കുമോ? മൂസാ നബിയെ, ഞാനത് ചെയ്യൂല, ഞാനത് ചെയ്യില്ല എന്ന് അള്ളാഹു മറുപടി പറഞ്ഞെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അള്ളാഹു സിത്തീർ, നന്നായി മറച്ചു വെച്ചു തരാണ്. 3 തെറ്റ് ചെയ്യുന്നവരെ ഒരു തെറ്റ് 3 തവണ ആവർത്തിച്ചാലേ അള്ളാഹു ചാല ഒരു മനുഷ്യനെ നാണം കെടുത്തുകയുള്ളൂ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു മോഷണ കേസ് വന്നു. ഉമർ തങ്ങളോട് അയാൾ പറഞ്ഞു, യാ ഖലീഫത്തുൽ മുസ്ലിമീൻ, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ആദ്യമായിട്ട് മോഷണം ചെയ്യാണ്, അതുകൊണ്ട് എന്നെ കൈമുറിക്കരുത്, ദയവ് ചെയ്തിട്ട്, ആദ്യത്തെ കേസാണെന്ന് പറഞ്ഞു. യാ അദുവല്ലാഹ് കദബ്ത്, നീ നുണ പറയാണ്.
എന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഒരു മനുഷ്യനെ മറച്ചു വെച്ചു കൊടുക്കുന്നുണ്ട്. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം. വീണ്ടും തെറ്റ് ചെയ്യുമ്പോഴാണ് കഥ പൊളിയുന്നത്. അങ്ങനെയാണ് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കഥകൾ പുറത്താവുന്നത്. 1 നേരമല്ല, 2 നേരമല്ല, 3 അല്ല, അതിലേറെ തവണയും അള്ളാഹുവിനോട് ധിക്കരിച്ചുകൊണ്ട് തെറ്റ് ചെയ്താൽ അള്ളാഹു അത് ഫ്ലാഷ് ആക്കും, അത് പബ്ലിക് ആക്കും, അള്ളാഹു അത് പരസ്യമാക്കുന്നുണ്ട്. ഇങ്ങനെ 1 നേരത്തെ തെറ്റുകൊണ്ട് അള്ളാഹു ഒരു മനുഷ്യനെയും അപമാനിക്കുന്നില്ല എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന് പാപം ചെയ്യുന്നത് വെറുപ്പാണ്, ഇഷ്ടമല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഅസൂമാണോ? ബഅദൽ മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ഏതെങ്കിലും മഅസൂമ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്ത് ചെയ്യും? അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങന്നെ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. അല്ലാഹു പറയുന്നുണ്ട്, ഞാനല്ലാതെ ഇലാഹില്ല. ഇൻ ഉതിഅതു റദീത്. എനിക്ക് വഴിപ്പെട്ടാൽ ഞാൻ തൃപ്തിപ്പെടും. വ ഇൻ ഉസീതു ഗളിബ്ത്. എനിക്ക് തെറ്റ് ചെയ്താൽ ഞാൻ ദേഷ്യപ്പെടും. വ ഇൻ ഗളിബ്തു ലഅൻത്. ഞാൻ ദേഷ്യപ്പെട്ടാൽ ഞാൻ ശപിക്കും. വ ലഅനതി തസിലു ഇല സാബിഇ മിനൽ വലദ്. എന്റെ ശാപം നിങ്ങളുടെ തലമുറകളിൽ 7ാമത്തെ തലമുറ വരെ വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് ഖുദ്സിയായ ഹദീസ്. 7 തലമുറയിലേക്ക് വരെ ആ ശാപത്തിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കുമെന്ന്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാപങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ സമൂഹത്തെ ആളുകൾക്ക് വെറുപ്പാകുന്നത്. ഇമാമുന ശാഫിഈ തങ്ങൾ പറയുമായിരുന്നു, ലിയഹ്ദർ അഹദുക്കും, നിങ്ങൾ ഓരോരുത്തരും പേടിക്കണം, അൻതൽ അൻഹു ഖുലൂബുൽ മുഅ്മിനീൻ, സത്യവിശ്വാസിയുടെ ഹൃദയങ്ങൾ നിങ്ങൾ ശപിക്കുന്നത് പേടിക്കണം. എങ്ങനെയാ അവർ ശപിക്കുന്നത്? അവർക്കറിയില്ലല്ലോ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നത്. ഇമാമുന ശാഫിഈ തങ്ങളുടെ മറുപടി, യഅമലു ബിമഅസിയത്തില്ലാഹ്, നമ്മൾ ചെയ്യുന്ന തെറ്റ് ഫയുൽഖില്ലാഹു കറാഹിയതഹു ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, ആ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൊണ്ട് സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ അല്ലാഹു വെറുപ്പുണ്ടാക്കി കൊടുക്കും. ഖൽബിൽ അല്ലാഹു വെറുപ്പുണ്ടാക്കി കൊടുക്കുക നമ്മൾ ചെയ്യുന്ന തെറ്റുകൊണ്ട്. നമ്മൾ എന്തേ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് അലൽ അദാ, നമ്മുടെ ശത്രുക്കൾക്ക് ഇത്രയും നിസ്സാരന്മാരായി പോയത്? ബിമഅസിന, നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടാണ്. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഹിർമാനുൽ ഇൽമ് നഷ്ടപ്പെടുന്നത് പാപങ്ങൾ കൊണ്ടാണ്. നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവാത്തത്, സർട്ടിഫിക്കറ്റ് അല്ല ഞാൻ പറയുന്നത്, അല്ലാഹുവിലേക്ക് നയിക്കുന്ന വിദ്യാഭ്യാസം, റബ്ബിനെ പറ്റി അറിയാനുള്ള ഇൽമ് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു? ബിൽ മഅസിയ, തെറ്റുകൊണ്ടാണ്. 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് പ്രേമാണ്, പിന്നെ എങ്ങനെയാണ് പഠിക്കുക? 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും പ്രേമം മൂർച്ഛിച്ചു. 12 ആകുമ്പോഴേക്കും കല്യാണം കഴിക്കാൻ ആലോചിച്ചു തുടങ്ങി. അത് നടക്കൂല എന്ന് കണ്ടപ്പോൾ ഡിഗ്രി ആകുമ്പോൾ ചാടിച്ചു കൊണ്ടുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഹിർമാനുൽ ഇൽം ബിൽ മഅസിയ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അപാരമായ മനപ്പാഠമാക്കാൻ കഴിവുണ്ടായിരുന്ന മഹാൻ, നമ്മുടെ മദ്ഹബിന്റെ ഇമാം. ഒരു കിതാബ് തുറന്നു വെച്ചാൽ ഒരു ഭാഗം അടച്ചു വെക്കുന്നതാണ്. ഒരൊറ്റ നോട്ടത്തിൽ മുഴുവനും മനപ്പാഠമായി പോകും. അപ്പൊ എന്ത് ചെയ്യണ്ട, എല്ലാം കൂടെ മിക്സായി പോവണ്ട എന്ന് വിചാരിച്ച് ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് നോക്കൂ. അങ്ങനത്തെ മഹാൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. ഒരൽപ്പം ദാഖിറത്തിൽ, മെമ്മറിയിൽ ചെറിയൊരു വിഷമം വന്നപ്പോഴാണ് ഒരു പെണ്ണിന്റെ കാലിന്റെ ഭാഗം കാറ്റടിച്ചപ്പോ കണ്ടുപോയതിൽ മഹാനവറുകളുടെ മെമ്മറിക്ക് ദാഖിറത്തിന് ഖലലുണ്ടായി, മെമ്മറിക്ക് ഇച്ചിരി പ്രശ്നം സംഭവിച്ചു. ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ഇമാമുന ശാഫിഈ തങ്ങളെ ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മാലികി മദ്ഹബിന്റെ ഇമാം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഖദ് നവ്വറ വജ്ഹക ബിൽ ഇൽം. ഷാഫിഈ മുഹമ്മദ് ഇബ്നു ഇദ്രീസ്, നിങ്ങളുടെ മുഖത്തെ അല്ലാഹു ഒരു ഇൽമു കൊണ്ട് പ്രകാശം നൽകിയിട്ടുണ്ട്. ഫലാ തുത്ഫി ഹാദൻ നൂറ ബിൽ മഅസിയ, ഈ പ്രകാശം തെറ്റ് ചെയ്തിട്ട് കെടുത്തിക്കളയല്ലേ. അല്ലാഹു നിങ്ങളുടെ മുഖത്ത് ഇൽമിന്റെ നൂറ് തന്നിട്ടുണ്ട്, പ്രകാശം തന്നിട്ടുണ്ട്. ആ പ്രകാശം നിങ്ങൾ തെറ്റുകൊണ്ട് നശിപ്പിച്ചു കളയല്ല എന്ന് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയായിരുന്നപ്പോ ഇമാമുന ശാഫിഈ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വഖീ എന്നവരും കൊടുക്കുന്ന ഉപദേശം അത് തന്നെയാണ്. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ,
ഇൽമ് എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന പ്രകാശമാണ്. ലൈസൽ ഇൽമു ബികസറത്തി റിവായ, കുറേ റിവായത്ത് പറയലല്ല, കുറേ വഅദ് പറയലും അല്ലല്ലോ ഇൽമ്, കുറേ ഹദീസ് പറയലും അല്ലല്ലോ ഇൽമ്. ഇൽമ് എന്ന് പറയുന്നത് ഖൽബിലേക്ക് ചേരുന്നതും നമ്മുടെ ഈമാനുമായി കൂടിക്കലരുന്നതും ഈമാനിനെ പരിപോഷിപ്പിക്കുന്നതുമാണ് ഇൽമ്. അത് ലൈസൽ ഇൽമു ബികസറത്തി റിവായ. നമ്മുടെ ഉലമാ പറയാൻ അങ്ങനെ വലിയ വലിയ വഅദ് പറയുന്നവരൊക്കെ സമൂഹത്തിൽ ഒരുപാട് ഈ സമൂഹത്തിന്റെ ആദ്യകാലങ്ങൾ തൊട്ട് ഇങ്ങ് വരെ കടന്നു പോയിട്ടുണ്ടെന്നാണ്. പക്ഷേ ലാ തമുത്തു ഇലൽ ഇൽമിൽ ഹഖീഖി ബിസുലഹ്, ശരിയായ ഇൽമുമായി ബന്ധമില്ലാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ടെന്നാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഷിദ്ദത്തുൽ ബലാ മാ നസലൽ ബലാഉ ബിഖൗമിൻ ഇല്ലാ ബിമഅസിയ. ഇമാമുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സമൂഹത്തിൽ അപകടങ്ങൾ വന്നത് മുഴുവനും നമ്മൾ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ്. മൂന്നാമത്തേത്, അല്ലാഹുവിനോട് നിങ്ങൾ അകലുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നലിൽ മഅസിയതി സവാദൻ ഫിൽ വജ്ഹ്, മുഖത്ത് കറുത്ത നിറം വരും തെറ്റുകൾക്ക്, പാപങ്ങൾക്ക് കറുത്ത നിറം വരുന്നുണ്ട് മുഖങ്ങളിൽ. ഹൃദയങ്ങൾക്ക് ഇരുട്ട് വീഴും, ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും, ബസീറത്തുള്ള ആളുകൾക്ക് അത് കാണാൻ കഴിയുമെന്നാണ്. അല്ലാഹുവിനോട് നമ്മൾ അകലുന്നുണ്ട്. ഫഇന്നൽ മഅസിയ, ഒരു മഅസിയത്ത് തജുറു ഇലൽ മഅസിയ, ഒരു തെറ്റ് വേറെ ഒരു തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വദാലിക അദാബുഹ, ഒരു തെറ്റിന്റെ ശിക്ഷയും മറ്റൊരു തെറ്റാണെന്ന് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു തെറ്റ് ചെയ്താൽ വേറെ തെറ്റ് ഉടനെ വരുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നന്മയും അങ്ങനെയാണ്, ഒരു ത്വാഅത്തിനുടനെ മറ്റൊരു ത്വാഅത്ത് വരും. അത് നന്മക്ക് അല്ലാഹു നൽകുന്ന ഹസനാത്തുകളാണ്. അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തെ സംബന്ധിച്ച് സൗബാൻ തങ്ങളോട് പറഞ്ഞ ഹദീസ് വളരെ ഗൗരവമാണ്. യാ സൗബാൻ, സൗബാൻ എന്നവരെ, ലഅലമൻ അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിലെ ചില ആളുകളെ ഞാൻ നാളെ തിരിച്ചറിയും. യഅ്തൂന യൗമൽ ഖിയാമഹ്, അന്ത്യനാളിൽ അവർ വരുമ്പോൾ ബിഹസനാതി അംസാലി ജിബാലി തിഹാമത ബൈളാ, തിഹാമയിലെ വെളുത്ത മലകളോളം ഗംഭീരമായ അമലുകളുമായി വരുന്ന ആളുകളുണ്ട്. ഒരുപാട് അമലുകൾ, ഒരുപാട് അമലുമായിട്ട് വരും. ഫയജ്അലുഹ അല്ലാഹു ഹബാഅൻ മൻസൂറാ, അല്ലാഹു തആല ആ അമലുകളെല്ലാം പൊളിച്ചു കളയും, പൊടിപൊടിയാക്കി കളയും. സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, സിഫ്ഹും ലനാ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ നബി അവർ ആരാണെന്ന്. ലഅലമൻ അഖ്വാമൻ മിൻ ഉമ്മതി, ഈ ഉമ്മത്തിന്റെ വ്യക്തമായ ചിത്ര നബി ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എവിടെയാണ് ഈ സമൂഹത്തെ അല്ലാഹു കൈയൊഴിയുന്നത്? അംസാലി ജിബാലി തിഹാമത ബൈളാ, തിഹാമയിലെ വെളുത്ത മലകളോളം വലിയ അമലുകളുമായി, വലിയ വലിയ പർവ്വതങ്ങൾ കണക്ക് അമലുകളുമായി വരുന്നവര്. ചെറിയ അമലൊന്നല്ല, കീശിലല്ല കൊണ്ടുവരുന്നത്, വലിയ വലിയ പർവ്വതങ്ങളാണ്, ലോഡ് കണക്കിന് അമലുകൾ. ഖിയാമത്ത് നാളിൽ അല്ലാഹു അത് പൊടിപൊടിയാക്കി കളയുന്നതാണ്. അപ്പോ സ്വഹാബികളിൽ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, സിഫ്ഹും ലനാ യാ റസൂലല്ലാഹ്, ജല്ലിഹിം ലനാ യാ റസൂലല്ലാഹ്, ലിഅല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. നബിയേ, ഞങ്ങൾ അറിയാതെ കൂട്ടത്തിലെങ്ങാനും പെട്ടുപോയാലോ, ഒന്ന് പറഞ്ഞു തരും നബിയേ, ആരെ പറ്റിയാണെങ്കിൽ പറയുന്നത്, ആരാണിവർ? തങ്ങളുടെ മറുപടി, അമാ ഇന്നഹും ഇഖ്വാനുഹും, നിങ്ങളുടെ സഹോദരന്മാരാണ്, വമിൻ ജിൽദതികും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന പോലെ ഖിയാമും തറാവീഹും ഒക്കെ നിസ്കരിക്കുന്ന ആളുകളാണ് അവര്. വലാകിന്നഹും ഖൗമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ. എന്താ കുഴപ്പമെന്നറിയോ? ഒരു തെറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയാൽ ചെയ്യുമെന്ന മനസ്സുകൊണ്ട് നടന്നവരാണവര്. കാത്തിരക്ഷിക്കട്ടെ. തെറ്റ് ചെയ്യാൻ അവസരമില്ലാത്തോണ്ട് ചെയ്യണില്ല. തെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നുവെങ്കിൽ ചെയ്യുമായിരുന്നു. വ്യഭിചാരത്തെക്കുറിച്ച്, മദ്യപാനത്തെക്കുറിച്ച്, മോഷണത്തെക്കുറിച്ച്, മറ്റേതെങ്കിലും തെറ്റുകളെ കുറിച്ചൊക്കെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട്. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ചെയ്തേക്കും, പക്ഷേ അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ആളുകളാണവര്. അങ്ങനത്തെ ആളുകളുടെ അമലുകൾ ഒരുപാടുണ്ടായിട്ടും കാര്യമില്ല. അല്ലാഹു ഹബാഅൻ മൻസൂറാ, പൊടിപൊടിയാക്കി കളയുന്നതാണ്.
അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖൽബിന്റെ ഉള്ളിൽ തോന്നൽ വരാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ വലിയ ഈമാനും തഖ്വയുള്ള ആളുകളാണ്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും ഒരു ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുമ്പോൾ അവരൊക്കെ പോക്കാണ്, നമ്മളെക്കാളൊക്കെ എത്രയോ ഉഷാറായിരിക്കും. നല്ല തഖ്വയും പടച്ചവനെ പേടിയും ഒന്ന് ഒറ്റക്കിരുന്ന് പൊട്ടിക്കരയാനുള്ള ഖൽബെങ്കിലും അവർക്കുണ്ടാവും. കരയാനുള്ള ഖൽബ്, നനയാനുള്ള ഇതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈമാനിന്റെ പ്രഭ കെട്ടുപോയിട്ടുണ്ടോ എന്ന് പേടിക്കണമെന്ന്. കരയാൻ പറ്റാതിരുന്നാൽ തെറ്റുകൾക്ക് സാധ്യതയേറിയ ലോകത്താ ചെറുപ്പക്കാർ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അവര് ജീവിക്കുന്ന ലോകം തെറ്റുകളുടെ ലോകമാണ്. ഉസ്താദന്മാരും ജീവിക്കുന്നുണ്ട്. നമ്മൾ പള്ളിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ മദ്രസയിലാണ്, അറബി കോളേജിലാണ്, ദീനുമായി ചുറ്റുപറ്റിയ സാഹചര്യങ്ങളിലാണ്. തെറ്റിന്റെ സാഹചര്യം കുറവാണ്, എന്നിട്ട് തെറ്റ് സംഭവിക്കുന്നില്ലേ? അപ്പൊ ചെറുപ്പക്കാരൊക്കെ ജീവിക്കുന്ന പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് നല്ല നിലക്ക് ജീവിക്കുന്ന മക്കൾക്ക് എന്തായിരിക്കും അവരുടെ ഈമാൻ? ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ചെയ്യൂല, ഇത് ഇങ്ങനെ ഒരു മനസ്സ് കിട്ടണം എന്നാണ്. അപ്പോഴാണ് ഈ സമൂഹം നന്നാവുന്നത്. ചാൻസ് കിട്ടാത്തത് കൊണ്ട് എനിക്കൊരു ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞു. ഇത് ഹലൗബിമഹാരിമില്ല, അവസരം കിട്ടിയാൽ ഒരു തെറ്റ് ചെയ്തേക്കും. അങ്ങനത്തെ ആളുകൾ നാളെ പരലോകത്തേക്ക് വരുന്നത് വലിയ അമലുകളുമായി വരുന്നവരുണ്ടെന്നാണ്. ജിബാൽ, പർവ്വതം കണക്കെയുള്ള അമലുകളുമായി വരും. നിങ്ങളെന്ന് എനിക്ക് വേണ്ട എന്ന് അല്ലാഹു പറയുന്നു. അല്ലാഹുവിന് വേണ്ടത്രേ, അല്ലാഹുവിന് വേണ്ട. ഖൽബിന്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള കഴിവ്, അതുകൊണ്ടാണ് അല്ലാഹു മലക്കുകൾക്ക് പോലും കൊടുക്കാതിരുന്നത്. ഇഖ്ലാസ് നോക്കാനുള്ള കഴിവ്. ഇഖ്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന്, അള്ളാഹുവിന് വേണ്ടി ചെയ്ത പണിയാണോ എന്ന്, അള്ളാഹുവിനോട് മുഖ്ലിസായി ചെയ്ത ഇബാദത്താണോ എന്ന് മലക്കുകൾക്ക് പോലും അറിയാൻ കഴിയില്ല. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ എന്ത് ചെയ്താലും മലക്കുകൾ രേഖപ്പെടുത്തും. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. ആ നന്മ ചെയ്തപ്പോ മനസ്സിന്റെ ഉദ്ദേശം എന്തായിരുന്നു, ഇത് പരലോകത്തെ അറിയാൻ പറ്റുള്ളൂ. മലക്കുകൾ എഴുതും, ആ സംഭാവന ചെയ്തിട്ടുണ്ട്. നാളെ അള്ളാഹ് മുമ്പിൽ ആ സംഭാവനയൊക്കെ ശരിയാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ, കഴിഞ്ഞു എന്ന് പറയും. അതാണ് വിഷയം. യജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി. എന്റെ സമൂഹത്തിൽ ഇങ്ങനെയും ചില ആളുകൾ വരാനുണ്ട്. ഞാൻ അവരെ ഭീതിയോടുകൂടെയാണ് കാണുന്നത്. അവരുടെ അമലുകൾ അല്ലാഹു തആല പൊടിപൊടിയാക്കി കളയാൻ പോകുന്നു. ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ. തിന്മകളുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തേക്കും. ഒന്ന് ബാംഗ്ലൂരിലേക്ക് മാറിയാൽ, ഒന്ന് ഡൽഹിയിലേക്ക്, ബോംബെയിലേക്ക്, ദുബൈയിലേക്കോ, ബഹ്റൈനിലേക്കോ, കുവൈറ്റിലേക്കോ, ഒന്ന് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ഒന്ന് മാറി താമസിച്ചാൽ അവന്റെ കോലം മാറിയേക്കും. എന്താ പിന്നെ ഇതിന്റെ കാര്യം? നാട്ടിൽ കൂടെ ഇരിക്കുമ്പോഴൊക്കെ നല്ല ആളാ, പക്ഷേ നാട് വിട്ടു കഴിഞ്ഞാൽ മോശപ്പെട്ടു. അത്തരം ആളുകൾ ഈ വിഭാഗത്തിൽ പെടുമെന്ന് പേടിക്കണം. അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതൊരു സമൂഹത്തിന്റെയും ഖൽബിന്റെ ഉള്ളിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ എങ്കിലേ അല്ലാഹു നിങ്ങളോടുള്ള സമീപനം മാറ്റുന്നുള്ളൂ. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഒരു സ്വഹാബി, യാ റസൂലല്ലാഹ്, നബിയേ ഇദൻ ലീ ബിസ്സിനാ, നബി തങ്ങളെ വ്യഭിചരിക്കാൻ ഒരു അവസരം തരണം, എനിക്ക് വ്യഭിചാരം ഹലാലാക്കി തരണം. ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്. ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. നബിയെ, നിസ്കാരം എനിക്ക് കുഴപ്പമില്ല, നോമ്പ് എനിക്ക് കുഴപ്പമില്ല നബിയെ, സക്കാത്ത് ഞാൻ കൊടുത്തേക്കാം, ഹജ്ജൊക്കെ ചെയ്യാം, പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട്, വ്യഭിചാരം. അത് നബിയെ എന്നെനിക്ക് പിടിച്ചാൽ കിട്ടൂല. അതിനെന്തെങ്കിലും ഇളവ് തരുമോ? ഞങ്ങളോട് ഒന്ന് ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചോദിക്കാൻ ധൈര്യം കാണിച്ചതാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ ഖുലുഖുൽ ഹസൻ. തങ്ങളുടെ സ്വഭാവം അത്രയും മെച്ചമായിരുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ അയാൾ ധൈര്യപ്പെട്ടതെന്നാണ്. തങ്ങൾ എന്താ പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? അടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കൈവെക്കുകയാണ്. അല്ലാഹുമ്മ തുഹിർ ഖൽബഹ് വഗ്ഫിർ ദംബഹ്. പടച്ചവനെ, ഈ ചെറുപ്പക്കാരന്റെ ഖൽബ് നന്നാക്കി കൊടുക്കൂ റബ്ബേ, ഇദ്ദേഹത്തിന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു വതുഹിർ ഖൽബഹ്. ഖൽബ് ശുദ്ധിയാക്കി കൊടുക്കൂ പടച്ചവനെ, ഹൃദയം ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കണേ പടച്ചവനെ. തങ്ങൾ ദുആ ചെയ്തിട്ട് ചോദിക്കുകയാണ്, അതറല്ലാഹ്, ഇങ്ങനെ ഒരു വ്യഭിചാരം നിന്റെ സ്വന്തം പെങ്ങളെ ഏതെങ്കിലും ഒരാൾ കയറിപ്പിക്കുന്നത് നിനക്ക് ഇഷ്ടാണോ? ഇല്ല നബിയെ, ഇഷ്ടമല്ല. നിന്റെ ഭാര്യയെ ഞാൻ സമ്മതിക്കൂല നബിയെ, നിന്റെ ഉമ്മായെ പറ്റൂല നബിയെ, നിന്റെ സ്വന്തം മോളെ ഞാൻ സമ്മതിക്കൂല. എന്നാൽ
നീ വ്യഭിചരിക്കുന്നത് അല്ലാഹു തആല അനുവദിക്കാത്ത വ്യഭിചാരം നീ ചെയ്യുന്നത് ആരുടെയൊക്കെ പെങ്ങളാണ്, ആരുടെയൊക്കെ ഉമ്മയാണ്, ആരുടെയൊക്കെ ഭാര്യയാണ്, ആരുടെയൊക്കെ മകളാണ്. നീ അത് മനസ്സിലാക്കണ്ടയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഞാൻ അങ്ങയുടെ സദസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത്, ഞാനിവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ ഏറ്റവും വെറുപ്പുള്ളതാണ് നബിയെ, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിന്മകളിലേക്കുള്ള സാഹചര്യങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യല്ലിൻ, തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് പോവല്ലിൻ. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. നബി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലരുത്, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഇടയിലേക്കും ഇറങ്ങി ചെല്ലരുത്. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. ഈ സമൂഹത്തിന് മാ തറക്തു ബഅദി ഫിത്നതൻ അശദ്ദ അലർ റിജാലി മിനൻ നിസാ. എന്റെ മരണശേഷം എന്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത് വ്യഭിചാരം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങളോടുള്ള ബന്ധം കൊണ്ട്, സംസാരമോ ലവ് അഫെയറുകളോ സോഫ്റ്റ് കോർണറോ. ഇതാണ് എന്റെ കാലശേഷം എന്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് വരാനുള്ള തെറ്റ്, ഇതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിലെ പുരുഷന്മാരുടെ വിഷയം ഇതാണ്. ഹമ്മുഹും അൽ ഫർജു വൽ ബത്ൻ. ആകെ ചിന്ത തിന്നണം, ഭോഗിക്കണം. ഇങ്ങനൊരവസ്ഥ എന്റെ ഉമ്മത്തിന് വന്നാൽ ഈ സമൂഹത്തിന്റെ നാശമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങളാരും പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കടന്നു ചെല്ലല്ലേ, അന്യ പെണ്ണുങ്ങളുടെ അരികത്തേക്ക്. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിലും ഒരു കല്യാണത്തിന് ഭക്ഷണം വിളമ്പുന്നവരാണെങ്കിലും ഒരു വാഴ പരിപാടി നടക്കുമ്പോ ഒരു ബക്കറ്റുമായി പൈസ പിരിക്കാൻ പോവുകയാണെങ്കിൽ പോലും ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോവല്ലേ, നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലലിൻ. അഫറഅയ്തൽ ഹംവ യാ റസൂലല്ലാഹ്. നബിയെ, ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു ഭർത്താവിന്റെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും അവരെ കാണുന്നതിന് പെണ്ണുങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഭർത്താവിന്റെ ജ്യേഷ്ഠനോ ഭർത്താവിന്റെ അനിയനോ ഈ പെണ്ണുങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നതിന് വിരോധമുണ്ടോ നബിയെ? ഭർത്താവിന്റെ ജ്യേഷ്ഠനല്ലേ, അനിയനല്ലേ എന്ന ചോദ്യത്തിന് മറുപടിയാണ് അൽ ഹംവു അൽ മൗത്ത്. ഹദീസല്ലേ അത്? അൽ ഹംവു അൽ മൗത്ത്. ഭർത്താവിന്റെ സഹോദരൻ എന്ന് പറയുന്നത് മരണമാണ്, മരണമാണ്. മരണത്തെ പേടിക്കുന്ന പോലെ പേടിച്ചേക്കണം. പ്രായപൂർത്തിയെത്തിയ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ പ്രായപൂർത്തിയെത്തിയ അനിയനോ, ഇവരൊക്കെ മരണം പേടിക്കുന്ന പോലെ പേടിക്കണമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കെ യഥേഷ്ടം പരസ്ത്രീ ബന്ധങ്ങൾ. ഈ സമൂഹത്തിന്റെ നാശത്തിന്റെ വഴി പെണ്ണുങ്ങളിലൂടെയാണെന്ന് ദീർഘദർശനം ചെയ്ത് പറഞ്ഞുവല്ലോ റസൂലുള്ളാഹ്. പിന്നെ നമുക്കൊക്കെ പിന്നെ അള്ളാന്റെ ഹറമിലേക്ക് പോവാൻ പറ്റുമോ? ഹബീബിന്റെ ഹറമിൽ കയറി ചെല്ലാൻ പറ്റുമോ? നമ്മുടെ മൊബൈൽ പിടിച്ചിട്ടാ കയറി ചെല്ലുന്നത്. ആ മൊബൈൽ എന്തൊക്കെ കാണും? നമ്മുടെ കണ്ണുകൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? ഒന്ന് റോഡിലൂടെ നടന്നു വരുമ്പോ എത്രയായിരം സിനിമാ പോസ്റ്ററുകളാണ് പച്ചയായ വ്യഭിചാരത്തിന്റെ സീനുകൾ വെച്ച് പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സ്ക്രീനുകളിൽ കാണുന്നത്. അല്ലാഹു നമ്മുടെ കണ്ണുകളെ കഴുകി ശുദ്ധിയാക്കി തരട്ടെ. ലൈലയെ പ്രേമിച്ച മജ്നൂന് പാടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ, കൈഫ തറാ ലൈല ബിഐനിൻ തറാ ബിഹാ സിവാഹാ വമാ തഹർതഹാ ബിൽ മദാമിഇ. പ്രേമം മൂത്തിട്ട് പറയുന്ന പാട്ടുകൾക്കൊന്നും അഡ്രസ് ഉണ്ടാവില്ല. അവൾ പാടാണ്, ലൈലയെ കാണുന്ന കണ്ണുകൊണ്ട് ലൈലയല്ലാത്ത പെണ്ണിനെ ഞാൻ കണ്ടാ പിന്നെ എന്റെ കണ്ണ് കഴുകണമല്ലോ. അല്ലാഹ് ഹറാമാക്കിയത് കണ്ടാൽ അള്ളാഹുവിനെ കാണാൻ പോകുന്ന കണ്ണുകൾ പിന്നെ അള്ളാഹുവിന്റെ തജല്ലി കാണാനുള്ള ക്വാളിഫിക്കേഷൻ ആ കണ്ണിനുണ്ടാകുമോ? അള്ളാഹു നമ്മുടെ കണ്ണുകളെ ശുദ്ധിയാക്കി തരട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. നബി തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞു, റബ്ബേ എനിക്ക് വേണ്ട, റബ്ബേ എനിക്ക് വേണ്ട. മിൻ ഖൽബിൻ ലാ യഖ്ശ. നിന്നെ ഭയപ്പെടാത്ത ഹൃദയം എനിക്ക് തരല്ലേ പടച്ചവനെ. അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ പേടിക്കുന്ന ഖൽബ് വേണം, അത് ഈമാനിന്റെ അടയാളമാണ്. മിൻ ഖൽബിൻ ലാ യഖ്ശ. പേടിക്കാത്ത ഖൽബ് എനിക്ക് വേണ്ട റബ്ബേ. അങ്ങനെ ചോദിക്കേണ്ടത്. നമ്മൾ ബ്ലോക്കില്ലാത്ത ഖൽബ് വേണം നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? അള്ളാഹു ആഫിയത്ത് തരട്ടെ. എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് നിലത്തി തരട്ടെ. ഇതിന്റെയൊക്കെ അപ്പുറമാണ് ഖൽബിൻ ലാ യഖ്ശ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി വരാത്ത ഹൃദയം, അള്ളാഹുവിനെ പറ്റി പേടിക്കാത്ത ഹൃദയം എനിക്ക് വേണ്ട റബ്ബേ.
വമിൻ നഫ്സിൻ ലാ തശ്ബഅ, ഒരിക്കലും ആർത്തി തീരാത്ത ശരീരവും ഇത് വേണ്ട റബ്ബേ എനിക്ക് വേണ്ട. വമിൻ ഐനിൻ ലാ തദ്മഅ, കരയാത്ത കണ്ണും എനിക്ക് വേണ്ട റബ്ബേ, കരച്ചിൽ വരാത്ത കണ്ണെനിക്ക് വേണ്ട. വമിൻ ദുആഇൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയും എനിക്ക് വേണ്ട പടച്ചവനെ. ഇത് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ ഖൽബിൻ ലാ യഖ്ശ, പേടിക്കാത്ത ഖൽബ് എനിക്ക് വേണ്ട. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലഅൻ യുസാഹിമ ഖിൻസീറൻ മുതലത്തിഖൻ ബിതീനത്തിൻ അല്ലെങ്കിൽ ബിഹമഅത്തിൻ, രണ്ട് റിപ്പോർട്ടുകൾ, ഖൈറുൻ ലഹു മിൻ അൻ യുസാഹിമ മൻകിബ ഇംറഅത്തിൻ ലാ തഹില്ലു ലഹു. നബി തങ്ങൾ പറയുമായിരുന്നു, തിക്കും തിരക്കി കൂടി നടക്കുന്നവരെ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരസി നടക്കുന്നവരെ, കോളേജ് ക്യാമ്പസുകളിൽ തോളിപ്പിടിച്ച് നടക്കുകയാണ്, ഗേൾ ഫ്രണ്ടാണെന്നും ബോയ് ഫ്രണ്ടാണെന്നും പറഞ്ഞിട്ട് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ മുസ്ലിമിന്റെ നിയമം ഇങ്ങനെയാണ്. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്, ചാനലുകാരുണ്ടാക്കുന്ന നിയമമല്ല, നാട്ടിലെ സംഘടനകൾ ഉണ്ടാക്കുന്ന നിയമമല്ല, അള്ളാഹുവിന്റെ നിയമമാണിത്. അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടപെടലുകളിൽ വളരെ കണിശമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാം. എന്തിന്? നമ്മുടെ ആഖിറം വെളിച്ചമാവാൻ, നമ്മുടെ ഖൽബിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാവാൻ, നമ്മുടെ ഖബറിൽ വെളിച്ചമുണ്ടാവാൻ. മറ്റൊന്നുമല്ല ഇവിടെ വിഷയം, അതാണ് വിഷയം. ലഅൻ യുസാഹിമ ഖിൻസീറൻ മുതലത്തിഖൻ ബിഹമഅത്തിൻ, കറുത്ത ചളിയിൽ ഒരു പന്നി ഒരു കറുത്ത ചളിയിൽ മുങ്ങി നടന്ന് അതിന്റെ ദേഹത്തുള്ള ആ ദുർഗന്ധം നമിക്കുന്ന മണ്ണ്, അത് നിന്റെ തോളിലാവലാണ് നിനക്ക് ഉത്തമം. മിൻ അൻ തുസാഹിമ മൻഖിബ ഇംറഅത്തിൻ ലാ തഹില്ലു ലക്, നിനക്ക് ഒരിക്കലും ഹലാലല്ലാത്ത ഒരു പെണ്ണിന്റെ തോളിൽ നീ ചാരുന്നതിനേക്കാളും ഒക്കെ നല്ലത് ചെളി പിടിച്ച് നടക്കുന്ന ഒരു പന്നിയെ പോയി ചാരലാണെന്ന് മുത്ത ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ സമൂഹത്തിന്റെ ഈമാൻ സൂക്ഷിക്കാനാണ്, നമ്മൾ തെറ്റിലേക്ക് പോവാതിരിക്കുവാനാണ്, നമ്മുടെ സഹോദരിമാരെ സംരക്ഷിക്കുവാൻ, നമ്മുടെ പെങ്ങന്മാരെ സംരക്ഷിക്കുവാൻ, നമ്മുടെ ചെറുപ്പക്കാരെ സംരക്ഷിക്കുവാൻ. അല്ലാഹു നമ്മുടെ ഖൽബുകൾക്ക് ഈമാൻ തരട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുകയാണ്, നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കി തരികയാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി നമ്മൾക്ക് അള്ളാഹുലേക്കുള്ള ഈ മടക്കമല്ലാതെ രക്ഷയില്ല. നമ്മൾ പറയും നമുക്ക് ആയുധമോ അധികാരമോ അതൊന്നുമല്ല വലുത്. നമ്മുടെ ഏറ്റവും വലിയ ആയുധം നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം നന്നാവലാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു